മൂത്രം ഒഴിക്കുന്ന പോലെയാണ് വെള്ളം കുടിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, മൂത്രം ഒഴിക്കുന്ന പോലെയോ അല്ലേ? നമ്മൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കും ഡെയിലി? പലരും പല കണക്കും പറയുന്നുണ്ട്. 3 ലിറ്റർ ഉണ്ട്, 5 ലിറ്റർ വന്നിട്ട് ഹൈറ്റിനനുസരിച്ച് വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കണം, പ്രായത്തിനനുസരിച്ച് ഇത് ഇത്ര ലിറ്റർ കണക്കാക്കി വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ എത്ര ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്? നേരെ മറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. എങ്ങനെ? മൂത്രം ഒഴിക്കുന്ന കേസിൽ ഇന്നിപ്പോൾ 3 ലിറ്റർ മൂത്രം ഒഴിക്കണം. ഒരു വ്യക്തിക്ക് 3 ലിറ്റർ മൂത്രം ഒഴിക്കണം, 5 ലിറ്റർ മൂത്രം ഒഴിക്കണം, ഇത്ര ലിറ്റർ കണക്കാക്കി നമ്മൾ മൂത്രം ഒഴിക്കാൻ കഴിയുമോ? ഇല്ല. അത് സ്വാഭാവിക ഒരു ശരീരത്തിൻ്റെ കൺട്രോളാണ്. എത്ര രൂപത്തിൽ എത്ര അളവിൽ മൂത്രം വേണമെന്നുള്ളത്. ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും കാര്യത്തിൽ അതിൻ്റെ ചെറിയൊരു കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നു, അത് കഴിക്കാനും അത് ഭക്ഷണം അകത്താക്കാനും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, അതൊരു പുതിയ നിയമങ്ങൾ കൊണ്ടുവയ്ക്കും. അതുപോലെ വെച്ചൊരു നിയമമാണെന്ത്, ഇത്ര ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുക എന്നുള്ളത്, ഇന്ന സമയത്ത് കുടിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലിറ്റർ കണക്ക് അവിടെ ഇല്ല. മൂത്രം ഒഴിക്കുന്ന പോലെ തന്നെ എപ്പോഴാണോ മൂത്രം ഒഴിക്കാനുള്ളത് അപ്പോഴല്ലേ മൂത്രം ഒഴിക്കുള്ളൂ. ഇത്ര അളവിൽ മൂത്രം ഒഴിക്കാമെന്ന് ആർക്കെങ്കിലും കഴിയോ? അല്ലല്ലോ. അപ്പോൾ ആ ഒരു രൂപത്തിൽ എന്ത് ചെയ്യുക, വെള്ളം കുടിയേയും കാണുക. ചുരുക്കി പറഞ്ഞാൽ വെള്ളം കൂടി ഫ്രീ ആയിരിക്കുക. എപ്പോഴാണോ ദാഹം വരുന്നത് അപ്പോൾ വെള്ളം കുടിക്കുക, എപ്പോഴാണോ മൂത്രം ഒഴിക്കാനുള്ളത് അപ്പം മൂത്രം ഒഴിക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ അസുഖങ്ങളും ഉണ്ടാവില്ല. മൂത്രസംബന്ധമായ അസുഖം ഇന്ന് കൂടുതൽ ഉണ്ടാവാൻ കാരണം ഈ ലിറ്റർ അനുസരിച്ചുള്ള വെള്ളം കുടിയാണ്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ഉണ്ടാകുന്ന മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ ചൂട്, അങ്ങനെ പല അസുഖങ്ങളുടെയും മേജർ കാരണം, ഒരു 80% അബോവ് കാരണം വെള്ളം കൂടി ഓവറായിട്ടാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. നമ്മൾ ഈ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു റൂം വൃത്തിയാക്കുമ്പോൾ ആ റൂമിൽ ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുമ്പോൾ ആ റൂം പെട്ടെന്ന് ക്ലീൻ ആവും. നേരെ മറിച്ച് ഒരു ബക്കറ്റ് വെള്ളം മൊത്തം കമഴ്ത്തിയിട്ട് വൃത്തിയാക്കാൻ തുടങ്ങിയാലോ അത് പെട്ടെന്നൊന്നും തീരില്ല അല്ലേ? അതുപോലെ കണ്ടാൽ മതി. ആവശ്യത്തിന് ശരീരത്തിൽ അവിടെ ഇൻഫർമേഷൻ എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്, ദാഹം എന്നുള്ള സിസ്റ്റം, വിശപ്പ് എന്നുള്ള സിസ്റ്റം. അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരീരത്തിന് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. നമ്മളായിട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ നോക്കിയാൽ പല രൂപത്തിലുള്ള അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് പ്രകടമായി തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ദാഹം അനുസരിച്ച് വെള്ളം കുടിക്കാനും വിശപ്പനുസരിച്ച് ഭക്ഷണം കഴിക്കാനും ശീലിക്കുക. ഓക്കെ, താങ്ക് യു.